Hi and welcome to the new video. ഇപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ള രണ്ട് ഫാക്ടറുകളാണ്. ഇപ്പോൾ നമ്മൾ RMS വാല്യൂം ആവറേജ് വാല്യൂ ഒക്കെ എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തു. അപ്പോൾ ആവറേജ് വാല്യൂ നമുക്ക് 2Im/π എന്ന് കിട്ടി. RMS വാല്യൂ നമുക്ക് Im/√2 എന്ന് കിട്ടി. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള രണ്ട് റേഷ്യോസ് ആണ് ഈ ഫോം ഫാക്ടറും പീക്ക് ഫാക്ടറും എന്ന് പറയുന്നത്. ഫോം ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദ RMS വാല്യൂ ടു ദി ആവറേജ് വാല്യൂ. അതായത് IRMS ഡിവൈഡഡ് ബൈ ഇപ്പോൾ കറണ്ട് വെച്ച് പറയുന്നതുകൊണ്ടാണ് IRMS ഡിവൈഡഡ് ബൈ I ആവറേജ് ആണ് നമ്മളുടെ ഫോം ഫാക്ടർ എന്ന് പറഞ്ഞാൽ വരിക. സോ IRMS നമുക്കറിയാലോ എന്താ Im/√2 ആണ് ഡിവൈഡഡ് ബൈ I ആവറേജ് നമുക്കറിയാം 2Im/π ആണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് 1.11 ആണ്. ഇതൊരു സൈൻ വേവിന്റെ കേസിൽ ഫിക്സഡ് ആണ്. നമുക്കൊരു പ്രോബ്ലത്തിലെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇത് ഫോം ഫാക്ടർ കാണാൻ പറഞ്ഞിട്ടുണ്ടാവും, അതിൽ RMS ആവറേജ് കാണാൻ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ RMSന് ഒരു വാല്യൂ കണ്ടിട്ടുണ്ടാവും, ആവറേജിന് ഒരു വാല്യൂ കണ്ടിട്ടുണ്ടാവും. അത് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങനെ കണ്ടെത്താണ് വേണ്ടത്. അങ്ങനെ ചെയ്യാം, അത് ഓക്കെ. എനിവേ ഇതിന്റെ ഉത്തരം എന്തായാലും എന്തേ കിട്ടുള്ളൂ, 1.11. നിങ്ങൾക്ക് ചെയ്യാൻ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഫോം ഫാക്ടർ ഒരു സൈൻ വേവിന്റെ കേസിൽ ചോദിച്ചാൽ എന്തായാലും എന്ത് തന്നെ എഴുതിക്കോളുക, 1.11 അങ്ങോട്ട് എഴുതിക്കോളുക. ഓക്കെ, അപ്പോൾ പിന്നെ അതൊരു പ്രശ്നം പേടിക്കാനില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പല ക്വസ്റ്റിനും വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ശ്രദ്ധിക്കാൻ്റെ അത് കളയാൻ നിൽക്കരുത്. അതേപോലെ ഒരെണ്ണമാണ് പീക്ക് ഫാക്ടർ. പീക്ക് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് മാക്സിമം വാല്യൂ ടു RMS വാല്യൂ. മാക്സിമം വാല്യൂ ബൈ RMS വാല്യൂ ആണ്. മാക്സിമത്തിൽ നമ്മൾ റെപ്രസെന്റ് IM അല്ലേ, RMS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Im/√2. ഓക്കെ, Im/√2. അപ്പോൾ എന്ത് വരും, ജസ്റ്റ് √2 എന്ന് വരും. √2 എന്ന് പറഞ്ഞാൽ 1.414. അപ്പോൾ ഇതും ഫിക്സഡ് ആണ്. RMS വാല്യൂ മാക്സിമം വാല്യൂ ഒക്കെ സെയിം ആയതുകൊണ്ട് പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് എപ്പോഴും 1.414 ആയിരിക്കും. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ സൈൻ വേവിന്റെ കേസിൽ ഫോം ഫാക്ടറും പീക്ക് ഫാക്ടറും കാണാൻ പറഞ്ഞ് നിങ്ങൾ സ്റ്റെപ്പ് ഒക്കെ എഴുതി ചെയ്യാം. ഫോം ഫാക്ടർ ഈക്വൽ ടു RMS ബൈ ആവറേജ്, പീക്ക് ഫാക്ടർ ആണെങ്കിൽ മാക്സിമം ബൈ RMS. ഫോം ഫാക്ടർ എപ്പോഴും 1.11 വരുള്ളൂ. പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ അത് 1.109 എന്നൊക്കെ വരാം. അതൊക്കെ ഓക്കെ, ഇറ്റ്സ് 1.11. ഈ പീക്ക് ഫാക്ടർ ആണെങ്കിൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുക 1.413 എന്നൊക്കെ ആയിരിക്കും കിട്ടുക. അത് 1.414 ആണ്. അപ്പോൾ അങ്ങനെ എടുക്കാം.